ഞാനിപ്പോൾ ഒരു മുരിങ്ങയില ഇട്ട് കാച്ചിയ മോരുണ്ടാക്കാൻ പോവാണേ. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു അരപ്പുണ്ടാക്കണം. അതിന് കുറച്ച് തേങ്ങ, അത് ഒരു ഇത്രയും തേങ്ങയുള്ള ഇത് തന്നെ ഇത്രത്തിന്റെ ആവശ്യമില്ല, പക്ഷെങ്കിൽ മിക്സിയിൽ അരയത്തില്ല, തീരെ കുറച്ചാണെങ്കിൽ. അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പകുതി തേങ്ങ മതി. ഒരു 4-5 പല്ല് വെളുത്തുള്ളിയെ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇത്ര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കാമേ. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈര് ഉടച്ചെടുക്കാം. കുറച്ച് തൈര് ഇട്ടിട്ട് നമുക്ക് അത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാമേ. ഇത് നല്ല കട്ട തൈര്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചടിക്കണം. തൈര് നമ്മളിപ്പം നന്നായിട്ട് ഉടച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. താളിച്ച് കറി ഉണ്ടാക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാമേ. ഇതാ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. അയ്യോ, എന്റെ കൂട്ടാനൊക്കെ കണ്ടിട്ട് എണ്ണ കൂടുതലാ ചേർക്കുന്നതെന്ന് പറഞ്ഞ് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഞാൻ ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ. നിങ്ങൾക്ക് ഒഴിക്കുന്നത് കാണുമ്പോൾ ഒത്തിരിയായിട്ട് തോന്നുന്നതാണെന്നാ തോന്നുന്നത് എനിക്ക്. ഞാൻ അധികം എണ്ണ ഉപയോഗിക്കും. പിന്നെ വീഡിയോ എടുക്കുന്നതായത് ഒരു ലുക്കൊക്കെ വേണ്ടേ, അതിന് ഇച്ചിരി എക്സ്ട്രാ ഒക്കെ ചേർക്കാറുണ്ട്. എന്നാലും അധികം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മീൻകറിക്കൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടല്ലേ നല്ലത്. ഉലുവ ഇങ്ങോട്ടിട്ട് കുറച്ച് കടുക്, പൊട്ടി കഴിയുമ്പോൾ 2 ഉണക്കമുളക്, അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന 2 ചെറിയ ഉള്ളി, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്. ഇപ്പൊ പൊടിയായിട്ടല്ല ആൾക്കാർ ഇടുന്നത്, നീളമായിട്ട് ഇടുന്നത്. ചിലപ്പോ ഒക്കെ മോരുകറി വെള്ളത്തൊക്കെ കൂട്ടുമ്പോ ഇങ്ങനെ കഷ്ണം പോലൊക്കെ കിടക്കുന്നതാണ്. സാധാരണ ഞങ്ങളൊക്കെ ഇങ്ങനെ ആദ്യം മുതലേ ഇങ്ങനെ കുഞ്ഞായിട്ട്, ഇത്രയും കൂടെ വലുതാക്കത്തില്ല, ഇതിലും പൊടിയായിട്ട് കൊത്തി അരിഞ്ഞാണ് മോരിനകത്തൊക്കെ ചേർക്കുന്നത്. അതിന്റെ കൂടെ 2 പച്ചമുളകും മുളകും ഉള്ളിയെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എരിവിന് മാത്രമല്ല, അതൊരു മോരുകറിയുടെ പുറത്തൊരു നല്ല കളറും കിട്ടും. അതിനും കൂടാണ് മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില, ഒരു കൈ മുരിങ്ങയിലേ ഉള്ളൂ. ഒറ്റ കൈ മുരിങ്ങയിലേ ഉള്ളൂ. ഒത്തിരി ഇട്ടില്ല, മോരുകറിക്ക് മുരിങ്ങയിലക്കറിയുടെ രുചിയാവും, മോരുകറിയുടെ രുചി കിട്ടത്തില്ല. ഇത് മുരിങ്ങയിലക്കറിയല്ല, മുരിങ്ങയില ഇട്ട മോരുകറിയാണ്. അപ്പം അതിനനുസരിച്ച് വേണം നമ്മള് മുരിങ്ങയില ചേർക്കാൻ. ഒത്തിരി ചേർത്താൽ അത് മുരിങ്ങയിലക്കറി ആയിരിക്കും. നമ്മള് ഇച്ചിരി കരിവേപ്പില ഇടുവാണേ. മുരിങ്ങയില ഒന്ന് വഴലണം. മുരിങ്ങയില ഒന്ന് നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. വഴണ്ട് കഴിയുമ്പോൾ ഒത്തിരി മൂപ്പിക്കണ്ട മുരിങ്ങയില. മൂത്ത് കഴിഞ്ഞാൽ അത് വേറെ ടേസ്റ്റാ. അപ്പം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർക്കാം. അരപ്പ് ഒരുവിധം നല്ലപോലെ വഴലണം. ആ അരപ്പിന്റെ അകത്ത് കിടന്ന മുരിങ്ങയില ഇപ്പൊ അങ്ങ് വെന്തോളൂ. ഇപ്പൊ വഴണ്ട് വരുമ്പോ നല്ലൊരു മണം വരും. അരമ്പ് വഴണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മിക്സ് കഴിയ വെള്ളം ഒഴിക്കുവാണേ. ഇപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുവാണേ. എല്ലാവരും പറയാം അരപ്പ് ചേർത്ത് തിളപ്പിക്കരുതെന്നൊക്കെ. പക്ഷെ അരപ്പ് ഒന്ന് വെന്തെങ്കിലേ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മള് ചുമ്മാ പച്ചത്തേങ്ങയ്ക്കകത്തോട്ട് തന്നെ മോരങ്ങ് ഒഴിച്ച് കറി വെച്ചാല് അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കുമേ, പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മോരൊഴിക്കുവാണേ. നല്ല കുറുകിയ മോര, ഈ ശകല വെള്ളം കൂടെ ചേർക്കാം. ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതിന് ഉപ്പ് കുറവാ, ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇടുവാണേ. ഒത്തിരി വെള്ളമായ ഈ കറിയൊന്നും കൊള്ളത്തില്ല. സാധാരണ മുരികറി പോലെയല്ല. നമ്മൾ മുരിങ്ങയിലൊക്കെ ഇടുമ്പോൾ ഒരുപാട് വെള്ളമായാല് കറിക്ക് വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. ഒരുമാതിരി വെള്ളം ചൊവയ്ക്കും. അതുപോലെ ഒരുവിധം പുളിയുള്ളത് വേണം. ഒത്തിരി പുളിയല്ല, പുളി ഇല്ലാത്ത തൈരും കൊള്ളത്തില്ല. ഒരുവിധം മീഡിയം പുളിയുള്ള തൈര് തന്നെ വേണം, എങ്കിലേ മോരുകറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളേ.
തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. 5 മിനിറ്റിൽ മതി മോരുകറി വെക്കാൻ. നല്ലതായിട്ട് ചൂടായി. ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്യുവാണേ. മുരിങ്ങയില ഇട്ട മോരുകറി. ഇന്നൊരു മുരിങ്ങ ഇവിടെ വെട്ടി, മുരിങ്ങയുടെ കമ്പ് വെട്ടി. അപ്പം അത്ര ഇല എടുത്ത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പഴയതൊക്കെ ആയ പിന്നെ മുരിങ്ങയിലൊന്നും കൊള്ളത്തില്ല. അപ്പൊ ഞാൻ ഓർത്തു ഒരു ഇച്ചിരി ഇല എടുത്ത് അത് വെട്ടിയതിന് മാത്രം എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം മോര് നന്നായിട്ട് ചൂടായതാണെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം ഇളക്കണം കേട്ടോ. ഉടനെ അങ്ങ് കൈ എടുത്തോണ്ട് പോയാൽ മോര് പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ ചൂടാക്കാതിരിക്കണം. ഇതിപ്പം നല്ലപോലെ ചൂടായി, നല്ല ആവി വരുന്നത് കാണുന്നുണ്ടാവുമല്ലോ. ഇങ്ങനെ ചൂടായെങ്കിലേ മോര് കേടാകാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം ആകുമ്പോഴത്തേനും ഒരുമാതിരി കെടുപ്പിച്ചു പോകും. അപ്പൊ നല്ലതായിട്ട് ചൂടാക്കി മോരുകറി വെച്ചെങ്കിലേ മോരുകറിക്ക് ടേസ്റ്റ് കൊണ്ടാകത്തുള്ളൂ, കേടാകാതെ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഇതിപ്പം 2 ദിവസം ഇരുന്നാലും വെളിയിൽ ഇരുന്നാലും കേടാകത്തില്ല, മുരിങ്ങയില ഇട്ടെന്ന് പറഞ്ഞാലും. ഉണ്ടോ? ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തേക്കുക. അടുപ്പിൽ തീയോടിലല്ല വെച്ചത്, എപ്പോഴേ ഓഫ് ചെയ്തതാ. എങ്കിലും നമ്മൾ കുറച്ചു നേരം മോര് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് മോരുകറി പിരിയാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മോരങ്ങ് പിരിഞ്ഞു പോകും. കണ്ടോ? നല്ല സൂപ്പർ കറിയാ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയില ഇട്ട കാച്ചിയ മോര്. 5 മിനിറ്റ് മതി ഈ മോര്. നല്ല സ്വാദിഷ്ടമായ റിച്ച് വൈറ്റമിൻസോട് കൂടിയ ഒരു മോരുകറി. കണ്ടോ? നല്ല അടിപൊളി കട്ടിയുള്ള മോരുകറി. എന്താ സൂപ്പർ മോരുകറി. നല്ല രുചിയുള്ള ടേസ്റ്റി മോരുകറിയായത് കേട്ടോ.